ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ നെയിം ഇസ് അർജുൻ. അപ്പോൾ ഏകദേശം 3 വർഷമായി ഈ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ വീഡിയോ ഒന്നും വരാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. പിന്നെ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. അതായത് ഞാൻ വേറെ ചാനൽ തുടങ്ങി, എറ്റേണൽ ഫിലിംസ് ആണ് പേര്. ഷോർട്ട് ഫിലിം ചാനലാണ്. ഏകദേശം 4 ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കാണാവുന്നതാണ്. പിന്നെ എൻ്റെ ചാനലിലെ നെയിം ഒന്ന് മാറ്റി ഡോപ്പ് അർജുൻ ആക്കി. അതായത് ഞാൻ ഇനി തൊട്ട് ടെക് വീഡിയോസ് മാത്രമല്ല, ഇനി ഓട്ടോമൊബൈലിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നും നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ലാഗ് ആൻഡ് സ്ലോ ആയിട്ടുള്ള നമ്മുടെ PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് എങ്ങനെ സ്പീഡപ്പ് ആക്കാന്നാണ്. അതായത് വേറൊരു സാധനം, നമുക്ക് ഒരു റാം മേടിക്കാണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഉള്ള കമ്പ്യൂട്ടർ സ്പീഡാക്കാന്നാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞു വലിച്ചിട്ടാണ് സ്ട്രേറ്റ് ചെയ്ത വീഡിയോ. അപ്പോൾ ഞാൻ എൻ്റെ PC ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ലോഗോ ഉണ്ട്, അതാണ് എൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ ചാനലിൻ്റെ ലോഗോ. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1 നമുക്ക് പോകാം. സ്റ്റെപ്പ് 1 പോകാൻ നമ്മൾ സ്റ്റാർട്ട് മെനു ചെന്നിട്ട് റൈറ്റ് ക്ലിക്ക് എടുക്കുക. എന്നിട്ട് റൺ എന്നൊരു ഓപ്ഷൻ കാണും, ആ റണ്ണിൽ നിൽക്കുക. എന്നിട്ട് നമുക്കൊരു കമാൻഡ് അടിക്കാനുണ്ട്. ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കും, ടെമ്പ് എന്നാണ്. ഒന്ന് അടിച്ചു കൊടുക്കുക. അടിച്ച് കഴിഞ്ഞിട്ട് ഓക്കെ എടുക്കുക. നിങ്ങൾക്ക് ആണെങ്കിൽ ഒരു കുറച്ച് ഫയൽസ് ഇവിടെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ Ctrl+A കൊടുക്കുക. അന്നേരം അത് ഫുൾ സെലക്ട് ആവും. അതിനായിട്ട് ഡിലീറ്റ് ചെയ്യുക. അതിനായിട്ട് നമ്മൾ രണ്ടാം സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പോൾ ആയിട്ട് നമ്മൾ പിന്നെ റണ്ണിലേക്ക് നിൽക്കുക. എന്നിട്ട് ഇപ്പോൾ അടിക്കുന്ന കമാൻഡ് ചെറിയൊരു വ്യത്യാസമുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ അടിക്കുക, പെർസെൻറ്റേജ് എന്ന് അടിക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കണം. എന്നിട്ട് ഇപ്പം നിങ്ങൾ ഇതിൽ ഇത്ര ഫയൽസാണ്, നിങ്ങളുടെ ഇതിനും കൂടുതൽ കാണും. അപ്പോൾ നിങ്ങൾ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ Ctrl+A കൊടുക്കുക, അതൊന്ന് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പിന്നെ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. അതായത് നമ്മൾ സ്റ്റെപ്പ് 3 കിടക്കുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ട് ചെന്നിട്ട് എന്നിട്ട് റൺ കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ കമാൻഡ് വ്യത്യാസമുണ്ട്, പ്രീഫെച്ച് എന്നാണ്. ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കണമെങ്കിൽ അടിക്കുക, അതിനകത്ത് സൂക്ഷിച്ചടിക്കുക. എന്നിട്ട് ഓക്കെ എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടംപോലെ ഫയൽസ് ഉണ്ടാവും. എന്നിട്ട് Ctrl+A കൊടുത്ത് ആ ഡിലീറ്റ് ചെയ്തതിൽ ഇത്ര ഉള്ളൂ. ഞാൻ നേരത്തെ ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഡിലീറ്റ് കൊടുക്കുക. ചിലപ്പോൾ ഈ ഫയൽസ് ചില ഫയൽസ് പോകില്ല, അത് സ്കിപ്പ് കൊടുത്താൽ മതി. എന്നിട്ട് ക്ലോസ് ചെയ്യാം. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീസൈക്കിൾ ബിന്ന് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അത് എംപ്റ്റി റീസൈക്കിൾ ബിൻ ചെയ്യുക, വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യുക. അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്തിട്ട് ടാസ്ക് മാനേജർ ഓപ്ഷൻ കാണും, ആ ടാസ്ക് മാനേജർ എടുക്കുക. എന്നിട്ട് നമുക്കൊരു സ്ഥലത്ത് ചെല്ലാനുണ്ട്, സ്റ്റാർട്ടപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് കുറച്ച് തേർഡ് പാർട്ടി ആപ്സ് ഉണ്ട് അതിനകത്ത്, എനേബിളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് തേർഡ് പാർട്ടീസ് ആണ്, നമ്മുടെ റാം കൺസ്യൂം ചെയ്യും. ഒരിക്കലും നിങ്ങൾ നമ്മുടെ സിസ്റ്റം ഫയൽസ് ഡിസേബിൾ ചെയ്യരുത്. അത് റിയൽ ടെക്, അത് സൗണ്ടിൻ്റെയാണ്. അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടീസ് മാത്രം ഡിസേബിൾ ചെയ്യുക. ഇപ്പോൾ വണ്ടർഷെയർ, അത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് എൻ്റെ. ഉണ്ടോ റിയൽ ടെക്, അത് നിങ്ങൾ ചെയ്യരുത്. അത് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കില്ല. അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടീസ് മാത്രം ഡിസേബിൾ ചെയ്യുക. ഒപ്പേര ബ്രൗസർ, അടുത്ത മൈക്രോസോഫ്റ്റ് എഡ്ജ്, അതൊരു ബ്രൗസറാണ്, അത് ഡിസേബിൾ ചെയ്യുക. എന്നിട്ടത് ക്ലോസ് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു റാം ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ വേണ്ട. അപ്പോൾ ഇതാണ് ആപ്പ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് എനിക്ക് ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യണം. ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ മെമ്മറി എത്രത്തോളമാണ് യൂസ് ചെയ്യണതെന്ന്. ഏകദേശം 77% മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ CPU വളരെ കുറച്ചാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ ഈ ആപ്പ് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഡയലോഗ് പോപ്പപ്പ് ആയിട്ട് വരും, എസ് കൊടുക്കുക. ഉണ്ടോ, ഇത് ആക്ച്വലി നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്യണ പോലെ ഒരു റാം ഒപ്റ്റിമൈസേഷൻ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ എൻ്റെ റാം യൂസേജ് ഭയങ്കര ഹൈ ആണ്, 77% പോയിട്ടുണ്ട്. പിന്നെ അത് ഒപ്റ്റിമൈസേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്, താഴെ ഡീഫ്രാഗ് ചെയ്യാനുള്ള സംഭവമുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി അത് ക്ലിക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. എൻ്റെ റാം മെമ്മറി യൂസേജ് നല്ലോണം കുറഞ്ഞിട്ട് പാതി ലോഡ് CPU പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒപ്റ്റിമൈസ് ക്ലിക്ക് ചെയ്ത ശേഷം എൻ്റെ റാം മെമ്മറി കുറച്ചുകൂടി ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗെയിം എന്തെങ്കിലും ആപ്ലിക്കേഷൻ റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് റാം മെമ്മറി കൂടാൻ നിർത്തി ഒപ്റ്റിമൈസ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഫാസ്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ വീഡിയോ കൂടെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 5 വർഷം എൻ്റെ ചാനൽ ഞാൻ തുടങ്ങിയിട്ട് 2018 ഒക്ടോബറിലാണ് തുടങ്ങിയതാണ്. ഇതുവരെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല. അതായത് 1000 സബ്സ്ക്രൈബറും ആയിട്ടില്ല, 4000 വാച്ച് അവേഴ്സും ആയിട്ടില്ല. അപ്പോൾ ഇത് മോണിറ്റൈസ് ആവുന്ന നിമിഷം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ ആ എമൗണ്ടിൽ ഒരു പങ്ക് ഞാൻ ചാരിറ്റി കൊടുക്കാനാണ് തീരുമാനിച്ചേക്കണേ.
എൻ്റെ വീടിൻ്റെ അടുത്ത് അതിനൊരു അനാഥാലയമുണ്ട്. മദർ കെയർ എന്നാണ് പേര്, ഗൂഗിൾ മാപ്പിലൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അവിടെ കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.